സിൽവർ ലൈൻ പദ്ധതിക്ക് ദക്ഷിണ റെയിൽവേയുടെ ചുവപ്പുകൊടി. നിലവിലെ അലൈൻമെന്റ് കൂടിയാലോചനകളില്ലാതെയാണെന്ന് റെയിൽവേ വ്യക്തമാക്കി. കെ-റെയിൽ പദ്ധതിയോട് കേന്ദ്രത്തിന് താൽപര്യമില്ലെന്ന് മന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു. ഇപ്പോഴത്തെ അലൈൻമെന്റ് അനുസരിച്ച് 1 ഇഞ്ച് ഭൂമി പോലും അധികമായി വിട്ടു നൽകാൻ കഴിയില്ലെന്നാണ് ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിലെ അലൈൻമെന്റ് കൂടിയാലോചനകളില്ലാതെയുള്ളതാണെന്നും ഭാവി റെയിൽ വികസനത്തിന് ഇത് തടസ്സം സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം വന്ദേ ഭാരതിലൂടെ വേഗതയേറിയ സർവീസ് കേരളത്തിൽ ലഭ്യമാക്കുമെന്ന് റെയിൽവേ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെന്നും അതിനുവേണ്ടി ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് പുതിയ ലൈൻ ഉണ്ടാക്കേണ്ടതില്ലെന്നും വി മുരളീധരൻ പ്രതികരിച്ചു. ഒരു കെ-റെയിലിനും കേന്ദ്ര സർക്കാരിന് താൽപര്യമില്ല. നിലവിലുള്ള ലൈനിൽ തന്നെ ആവശ്യമായ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതൊക്കെ സാധ്യമാക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ വന്ദേ ഭാരത് വേഗതയേറിയ സർവീസ്, ആ സർവീസ് വന്ദേ ഭാരതിലൂടെ സാധ്യമാകും. അതിനു വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ലൈൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിലവിലുള്ള ലൈനിൽ തന്നെ ആവശ്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതൊക്കെ സാധ്യമാകും. ഒരു കെ-റെയിലിനും കേന്ദ്ര സർക്കാരിൽ ആരുടെ ഭാഗത്തു നിന്നും അതിലൊരു താല്പര്യമില്ല. കാരണം കേരളത്തിലെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ റെയിലും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല. സിൽവർ ലൈൻ പദ്ധതിക്കായി 183 ഹെക്ടർ ഭൂമിയാണ് വേണ്ടത്. ഇതിൽ നല്ലൊരു പങ്കും വികസനാവശ്യത്തിന് നീക്കിവെച്ചിട്ടുള്ളതാണ്. ദേശീയപാത അതോറിറ്റിക്ക് നൽകിയ ഭൂമി പോലും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നിർമ്മിതികളോട് ചേർന്ന് സിൽവർ ലൈൻ ട്രാക്ക് കടന്നു പോകുമ്പോൾ അത് ട്രെയിൻ സർവീസിനുണ്ടാക്കുന്ന ആഘാതം, റെയിൽവേ നിർമ്മിതികൾ പുനർനിർമ്മിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയും പരിഗണിച്ചിട്ടില്ല. റെയിൽവേക്ക് സിൽവർ ലൈൻ സാമ്പത്തിക ബാധ്യതയായി മാറുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.